ഹലോ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാൻ ഇതിൽ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. ഇത് ഞാൻ ഇതിലോട്ടിടുകയാണ്. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ടുണ്ട്. പഞ്ചസാര ക്യാരമലൈസ് ആകാറായിട്ടുണ്ട്. ഇതിൽ കുറച്ച് നല്ല ഒരു ബ്രൗൺ കളറാണ്. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ കളറാവണം. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ ഈ പാനാണ് എടുത്തത്. അപ്പോൾ ഇതിനകത്താകുമ്പോൾ പെട്ടെന്ന് പഞ്ചസാര മെൽറ്റായി കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത്. ഇത് ഞാൻ അതിൽ ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ബ്ലാക്ക് റൈസിൻസ്, ഇത് കുരുവില്ലാത്തത്. ഇത് ടൂട്ടി ഫ്രൂട്ടി, ഇത് കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്, ഈ ഷുഗർ മെൽറ്റായത്. ശരിക്കൊന്ന് വേവണം, വെന്ത് തെളിഞ്ഞ് പറ്റണമെന്ന്. കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് കുറച്ചൊന്ന് പറ്റണം, അതിൻ്റെ വെള്ളമൊന്ന്. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ്. ഇത് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത്. ഇനി ഞാൻ അതിൽ കുറച്ച് ഈ പട്ട പൊടിച്ചത് ചേർക്കുകയാണ്. കുറച്ച് പട്ട, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് പട്ട പൊടിച്ചത്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയും കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്ത്. ശകല ഉപ്പ്, ഈ സ്പൂണിന് ഒരു ശകല കുറച്ച് ഉപ്പ്. അതും കൂടെ അങ്ങനെ മിക്സ് ചെയ്യുകയാണ്. ഇതിലൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണേ, എന്നാലും ഇതിനകത്തെ തരിയെല്ലാം മാറും. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ
അത് ഈ കപ്പിന് 1/4 കപ്പ്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്താലും മതി. ഞാനാണെങ്കിൽ ഞാൻ കുറച്ച് ബട്ടർ കൂടെ ചേർക്കുന്നുണ്ട് അതിനകത്ത്. കാരണം ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബട്ടർ കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുവാണ്. ഇതിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് അടിച്ചു കൊടുക്കുക. നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് അത്. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ, അത് ഈ കപ്പിന് 1/4 കപ്പ്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ചേർത്താലും മതി. ഞാൻ കുറച്ച് ബട്ടർ കൂടെ ചേർക്കുന്നുണ്ട് അതിനകത്ത്. കാരണം ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബട്ടർ കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുവാണ്. ഇതിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് അടിച്ചു കൊടുക്കുക. നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് അത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്തായിരുന്നു. അതിനകത്ത് 1/2 കപ്പ് കാരമലൈസ് ചെയ്യാനെടുത്ത്, അതിൻ്റെ 1/4 ഭാഗമുണ്ട് ഇത് ഞാൻ ഈ പൊടിച്ച് വെച്ചിട്ട് പഞ്ചസാരയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഇതിനകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. ആ പഞ്ചസാര പൊടിച്ചതുമല്ല, അത് ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം മിക്സ് ചെയ്തില്ലേ, കാരമലൈസ് ചെയ്ത് വെച്ചില്ലേ ഇതിലോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇതിലോട്ട് ഇതെല്ലാം കൂടെ ചേർക്കുവാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. പിന്നെ ഇവിടെ ആദ്യം കുറച്ച് ഗ്രാമ്പു ഞാൻ ചേർത്തായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് ഇവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ പൊടിച്ച് വെച്ചാൽ അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഈ പൊടി എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, എല്ലാം അരിച്ച് വെച്ചിരിക്കുന്നത്, അതിലോട്ട് ഇത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യണേ. ഇത് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ ആദ്യം അരിച്ച് വെച്ചിരിക്കുന്നത് മൈദ, ഇത് ഞാൻ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കേക്ക് ചിലപ്പം ഈ പൊട്ടിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഇത് ബാക്കിയുടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി മിക്സ് ചെയ്യുകയാണ്.
ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കണം. ഇത് ഒത്തിരി ഇനി ഞാൻ ഈ ട്രേയിലേക്ക് കേക്കിന് ഇതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്ന ട്രേ ആണ് ഇത് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടാണ്. ഇപ്പം ഇത് ഞാൻ ഓവനിലാണ് വയ്ക്കുന്നത്. അപ്പം ഓവനിൽ ഒരു 45 മിനിറ്റ് മതി. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ ഇതൊരു 45 മിനിറ്റ് വെച്ചാൽ മതി ഓവനിൽ. ഗ്യാസിലാണെങ്കിലും അത്രയും മതി. അപ്പം ഇതിനകത്തോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണ്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് ഞാൻ ട്രേയിൽ ഒഴിച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഇങ്ങനെ തട്ടിക്കൊടുക്കണം. അത് ഇതിനകത്ത് ഞാൻ ഈ ഇത് വെച്ചൊന്ന് കുത്തുകയാണ്. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് റൈസിൻസും കാഷ്യൂം കൂടെ ചേർക്കാണ്. ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത് മാറ്റുകയാണ്. ഞാൻ ഓവനകത്ത് 45 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം ഓവനിൽ നിന്ന്. കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഇത് കേക്ക് നാളെ ശരിക്കും കട്ട് ചെയ്യാനുണ്ട്. ശരിക്കും തണുത്തിട്ടേ കട്ട് ചെയ്യാവും. ഞാൻ ചൂടോട് കട്ട് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ പൊടിഞ്ഞ പോലെ ഇരിക്കുന്നത്. ശരിക്കും നല്ലതായിട്ട് തണുത്തിട്ടേ കട്ട് ചെയ്യാവും. ഞാനിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി അതൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.